Hello everyone, welcome back to our channel friends. Naseemana. ഞാൻ ഈ ഒരു ചാനലിൽ കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വന്നത് 2012 ൽ റിലീസ് ചെയ്തിട്ടുള്ള ഒരു ഹൊറർ സൂപ്പർനാച്ചുറൽ പവർ ജേണലിൽ വരുന്ന ഒരു സിനിമയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വന്നത്. സിനിമയുടെ പേര് പൊസഷൻ എന്നാണ്. ഓക്കെ, ഈ ഒരു സിനിമയെ പറ്റിയിട്ട് ഞാൻ പറയുന്നതിന് മുമ്പ് മെയിനായിട്ട് പറയാനുള്ള ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഭയം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് ആഴത്തിൽ പതിയുന്ന ഒരു സിനിമ തന്നെയാണ് ഈ ഒരു പൊസഷൻ എന്ന് പറയുന്ന 2012 ൽ റിലീസ് ചെയ്തിട്ടുള്ള ഈ ഒരു സൂപ്പർനാച്ചുറൽ മൂവി ആയിട്ടുള്ള ഈ ഒരു പൊസഷൻ എന്ന് പറയുന്ന സിനിമ. ഓക്കെ, ഈ ഒരു സിനിമയുടെ സ്റ്റോറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ കാണിക്കുന്നത് ഒരു ഓൾഡ് ആയിട്ടുള്ള ലേഡി ഒരു വീട്ടിനകത്ത് നിൽക്കുന്നതും ആ ഒരു ലേഡിയുടെ ഫ്രണ്ടിൽ ഒരു പെട്ടി ഇരിക്കുന്നതാണ്. ആ ഒരു പെട്ടി നശിപ്പിക്കാനായിട്ട് ലേഡി ഒരു ചിറ്റിയിൽ എടുത്തിട്ട് ഇങ്ങനെ പെട്ടി അടിച്ച് പൊട്ടിക്കാൻ പോകുന്നതിന് മുമ്പേനും ഒരു സൂപ്പർ നാച്ചുറൽ പവർ വന്നിട്ട് എത്രമാത്രം വളരെ വലിയ രീതിയിൽ ആ ഒരു ലേഡിയെ എന്താണ് ഉപദ്രവിക്കുന്നതും ആ ലേഡി മരിച്ചു പോകുന്നതാണ് കാണിക്കുന്നത്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ഒരു ഫുട്ബോൾ കോച്ച് ഒരു കോളേജിൽ കോച്ചായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി, അയാളുടെ ഫാമിലി കാണിക്കുന്നുണ്ട്. അയാളുടെ ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വൈഫുണ്ട്, 2 മക്കളുണ്ട്, ഒരു മൂത്തൊരു പെൺകുട്ടിയും രണ്ടാമത്തെ പെൺകുട്ടിയാണ്. സോ ഈ ഒരു വൈഫും ഇയാളും തമ്മിൽ ഡൈവേഴ്സ് ആയിട്ടുണ്ട്, റീസെൻ്റ്ലി ഡൈവേഴ്സ് ആയതാണെന്ന് തോന്നുന്നുണ്ട്. സോ അങ്ങനെ ഡൈവേഴ്സ് ആയ സമയത്ത് ഈ ഒരു പെൺകുട്ടികൾ ഈ ഒരു അമ്മയുടെ കൂടെ നിൽക്കുന്നതും അതുപോലെ തന്നെ അച്ഛൻ്റെ കൂടെ നിൽക്കുന്നതും സഹജമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഈ ഒരു പെൺകുട്ടികളെ വിളിക്കാനായിട്ട് അച്ഛൻ വരുന്നതും ആ ഒരു പെൺകുട്ടികളും കൂട്ടി അച്ഛൻ്റെ ഫാമിലി അച്ഛൻ താമസിക്കുന്ന ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. അപ്പാർട്ട്മെൻറ്റിലേക്ക് പോയി അങ്ങനെ താമസിക്കുന്ന സമയത്ത് ആ ഒരു പെൺകുട്ടി വഴിയിൽ വെച്ച് ഈ ഒരു ആദ്യം ആ ഒരു ഓൾഡ് ലേഡിയെ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പെട്ടി വഴിയിൽ വിൽക്കാനായിട്ട് വെക്കുന്നൊരു രീതിയുണ്ട്. അവിടെ ഈ ഒരു ഓൾഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വിൽക്കാനായിട്ട് വെക്കുന്നത്. സോ അവിടെ ഈ ഒരു പെട്ടിയെ കാണുന്നത്, ഈ ഒരു പെട്ടി കണ്ട ഉടനെ ഈ ഒരു രണ്ടാമത്തെ പെൺകുട്ടിക്ക് ആ ഒരു പെട്ടി വളരെയധികം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ആ ഒരു പെട്ടി ആ ഒരു പെൺകുട്ടി മേടിക്കുന്നുണ്ട്. ഈ ഒരു രണ്ടാമത്തെ പെൺകുട്ടിയുടെ ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേച്ചറിനെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്. അതുപോലെ തന്നെ ഈ ഒരു നോൺ വെജ് കഴിക്കുന്ന ഒരു വെജ് മാത്രമേ കഴിക്കത്തുള്ളൂ, നോൺ വെജ് കഴിക്കത്തില്ല. ആ ഒരു രീതിയിലുള്ള ഒരു ക്യാരക്ടറുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. സോ ഈ ഒരു പെട്ടി കിട്ടിയ ശേഷം ആ ഒരു പെട്ടി വീട്ടിൽ പോയിട്ട് ആ ഒരു പെൺകുട്ടി തുറക്കുന്ന സമയത്ത് പെട്ടിക്കകത്ത് തുറക്കാനായിട്ട് താക്കോൽ കിട്ടുന്നുണ്ട്. അങ്ങനെ ആ ഒരു പെൺകുട്ടി അങ്ങനെ തുറക്കുന്നെന്നുള്ളൊരു ഐഡിയ ഒക്കെ മനസ്സിലാക്കി ആ ഒരു പെട്ടി തുറക്കുന്നുണ്ട്. പെട്ടിക്കകത്ത് ഒരു ബട്ടർഫ്ലൈ മരിച്ചിരിക്കുന്ന ഒരു ബട്ടർഫ്ലൈയും വേറെ എന്തോ പൂവോ അങ്ങനെ എന്തോ സംഭവങ്ങളും ഒരു മോതിരമൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ പെൺകുട്ടിക്ക് വളരെയധികം ആ ഒരു പെട്ടി ഇഷ്ടപ്പെട്ടു. ആ ഒരു മോതിരം എടുത്ത് ആ പെൺകുട്ടി ഇട്ട് അതിൻ്റെ കൂടെ കിടന്നുറങ്ങുന്നുണ്ട്. പിന്നെ അതിനുശേഷം വളരെ വലിയ രീതിയിലൊരു സൂപ്പർ നാച്ചുറൽ പവറൊക്കെ അവർ ഈ ഒരു അച്ഛൻ്റെ കൂടെ നിൽക്കുന്ന സമയത്ത് ഒരു വീട്ടിലുണ്ടാകുന്നതും ആ ഒരു സൂപ്പർ നാച്ചുറൽ പവറൊക്കെ വളരെ വലിയ രീതിയിൽ നമ്മൾ പേടിപ്പിക്കുന്നുണ്ട്. ആ ഒരു സീൻസൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ചെറിയൊരു പ്രശ്നമൊക്കെ ആയി. സൂപ്പർ നാച്ചുറൽ പവറാണെന്നുള്ളൊരു കാര്യം അറിയാത്ത രീതിയിൽ ഈ ഒരു ഡൈവേഴ്സ് ആയ ഒരു വൈഫും ഈ ഒരു ഹീറോയും സിനിമയുടെ ഹീറോ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയാണ്, ആ ഒരു കോച്ചായിട്ടുള്ള വ്യക്തി, അയാളും തമ്മിലൊരു അടിയും ബഹളമൊക്കെ ഉണ്ടാകുന്നുണ്ട്. എന്തിനാണ് എൻ്റെ കുട്ടി അങ്ങനെ ഉപദ്രവിച്ചെന്നുള്ളൊരു ക്യാരക്ടർ ആ ഒരു പ്രേതത്തിൻ്റെ ആ ഒരു പവർ കാരണം, ആ ഒരു സൂപ്പർ നാച്ചുറൽ പവർ കാരണം അങ്ങനെയൊക്കെ ഒരു എന്ത് ചെയ്യുന്നുണ്ട് ക്ലൈമാറ്റൊക്കെ അവിടെ സൃഷ്ടിക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു പെൺകുട്ടികളെ ഇനി കാണണ്ടെന്ന് പറഞ്ഞൊരു തീരുമാനമൊക്കെ എടുത്ത് ഈ പെൺകുട്ടികളൊക്കെ തന്നെ ഈ ഒരു അമ്മ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അമ്മ വിളിച്ച് വീട്ടിൽ കൊണ്ട് താമസിക്കുന്ന സമയത്ത് അമ്മയുടെ കൂടെ താമസിക്കുന്ന സമയത്തും ഇതുപോലൊരു സൂപ്പർ നാച്ചുറൽ പവർ വരുന്നുണ്ട്. സോ ഇത് മനസ്സിലാക്കിയ സമയത്ത് ഈ ഒരു പെട്ടിക്കാരെ അകത്ത് എന്തോ ഒരു സീനോ ഒരു പവർ ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി ഈ ഒരു കോച്ച് സിനിമയുടെ ഹീറോ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പെട്ടിയും കൊണ്ട് തൻ്റെ പ്രൊഫസറിൻ്റെ അടുത്ത് പോയിട്ട്, തൻ്റെ കോച്ചായിട്ട് നിൽക്കുന്ന ആ കോളേജിൽ പ്രൊഫസറിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഇതിനകത്ത് എന്തോ എഴുതിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ആ ഒരു ലാംഗ്വേജ് എന്താണെന്നുള്ളൊരു കാര്യം അവർക്കൊന്നും അറിയില്ല. സോ കോച്ചിൻ്റെ അടുത്ത് ആ ഒരു പ്രൊഫസറിൻ്റെ അടുത്ത് കൊണ്ടുപോയി കാണിക്കുന്ന സമയത്ത് പ്രൊഫസർ ആയിരിക്കും ഇതൊരു ഹുബ്രു ലാംഗ്വേജിലുള്ള ഒരു പെട്ടിയാണ്. സോ ഈ ഒരു പെട്ടി നിങ്ങൾ ഈ ഒരു ഹുബ്രു ലാംഗ്വേജിലുള്ള ആരെങ്കിലും അടുത്ത് കൊണ്ടുപോയി കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഹുബ്രു ലാംഗ്വേജിലുള്ള ഒരാളെടുത്ത് കൊണ്ടുപോയി കാണിക്കുമ്പോൾ ഇതൊരു പ്രേതത്തിനൊക്കെ ഈ ഒരു എന്താണ് അടക്കി വെക്കുന്ന ഒരു പെട്ടിയുണ്ടല്ലോ, അങ്ങനത്തെ ഒരു പെട്ടിയാണെന്ന് പറയുന്നുണ്ട്. സോ ഓക്കെ, അങ്ങനെ ഈ ഒരു ഹുബ്രു ലാംഗ്വേജ് ആൾക്കാർ ജീവിക്കുന്ന അടുത്ത് പോയിട്ട് അവിടെ ഒരു ഫാദറിനെ ആരൊക്കെ കാണുന്ന സമയത്ത് ആ ഒരു പെട്ടിയെ കണ്ട് ഇവരെല്ലാവരും പേടിച്ച് പിന്നിലേക്ക് മാറുന്നുണ്ട്. എന്നിട്ട് പറയും ഈ ഒരു പെട്ടിയിലുള്ള പ്രേതത്തിനെ അടക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രേതത്തിൻ്റെ പേരെന്താണെന്ന് മനസ്സിലാവണമെന്ന് പറഞ്ഞു. അല്ലാത്ത രീതിയിൽ നമുക്ക് ഈ ഒരു പ്രേതത്തിനെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ലെന്ന് പറയുന്നുണ്ട്. സോ അങ്ങനെ ആ ഒരു സമയത്ത് ഒരു പ്രേതത്തിൻ്റെ പേര് അറിയില്ലെന്ന് ആ ഒരു കോച്ച് പറയുന്ന സമയത്ത് അവരെല്ലാവരും പറയുന്നുണ്ട് ഇത് നമുക്ക് കഴിയില്ല, നമ്മളെ കൊണ്ട് കഴിയില്ല എന്നുള്ളൊരു കാര്യം പറയുന്ന സമയത്ത് ഈ ഒരു കോച്ച് വളരെയധികം സങ്കടപ്പെടുന്നതും അങ്ങനെ അതിൽ നിന്നും ഒരു ഫാദർ ഇയാളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരുന്നതും അതിനുശേഷം ഈ ഒരു പ്രേതത്തിനെ അടക്കുന്നത് എങ്ങനെയാണെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു പ്രേതത്തിനെ എങ്ങനെ കൺട്രോൾ ചെയ്തുകൊണ്ടെങ്കിൽ സമയത്ത് ഈ ഒരു പെട്ടിക്കുള്ളിലേക്ക് അടക്കുന്നതിൻ്റെ ആ ഒരു സമയത്ത് വളരെ വലിയ രീതിയിൽ നല്ലൊരു ഭീകരമായിട്ടുള്ളൊരു സീൻസൊക്കെ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഭീകരമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് തരത്തക്ക രീതിയിൽ വളരെ വലിയ രീതിയിലൊരു സീൻസൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഇതുവരെ നമ്മൾ കാണാത്ത രീതിയിലുള്ള ഒരു സീൻസൊക്കെ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രേതത്തിന് എവിടെ വെച്ചാണ് അടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് ഈ ഒരു പെൺകുട്ടി ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. ഹോസ്പിറ്റലിലാവുന്ന സമയത്ത് ഒരു സെക്കൻഡ് ആ ഒരു രണ്ടാമത്തെ പെൺകുട്ടി ഹോസ്പിറ്റലാവുന്ന സമയത്ത് ഹോസ്പിറ്റലിൻ്റെ താഴത്തെ ഒരു ഒരു വർക്കൗട്ട് ചെയ്യുന്നതൊക്കെ തെരിയുന്നുണ്ട്. അവിടെ വെച്ചാണ് ഈ ഒരു പ്രേതത്തിനെ കൺട്രോൾ ചെയ്യുന്നത്. സോ അവിടെ വെച്ച് ഈ ഒരു പ്രേതത്തിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു പ്രേതം എങ്ങനെ ഈ ഒരു ഹീറോയുടെ ദേഹത്ത് കയറുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു പ്രേതത്തിനെ കൺട്രോൾ ചെയ്ത് ഈ ഒരു പെട്ടിക്കുള്ളിൽ അടക്കുന്നതാണ് ആ ഒരു സിനിമയുടെ ആ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. സോ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ വളരെ വലിയ രീതിയിൽ നമുക്ക് നല്ലൊരു ഇമ്പാക്റ്റ് തരുന്ന, നല്ല രീതിയിൽ നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു ഹൊറർ സിനിമ തന്നെയാണ് ഈ ഒരു പൊസഷൻ എന്ന് പറയുന്ന സിനിമ. അതുകൊണ്ടാണ് ഞാൻ എക്സ്പെഷ്യലി ഈ ഒരു സിനിമ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് എന്താണ്, നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലഭിക്കുക. കാണാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു സിനിമ ഒരു തവണ ഒന്ന് കണ്ടു നോക്കുക. നല്ലൊരു ഹൊറർ സിനിമ തന്നെയാണ് ഈ ഒരു പൊസിഷൻ എന്ന് പറയുന്ന സിനിമ. എക്സ്പെഷ്യലി നമ്മളെ നന്നായിട്ട് എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കുന്ന, നമ്മളെ നന്നായിട്ട് പേടിപ്പിക്കുന്ന നല്ലൊരു സിനിമ തന്നെയാണ് ഈ ഒരു പൊസിഷൻ എന്ന് പറയുന്ന മൂവി. പിന്നെ ഈ ഒരു സിനിമ പറ്റിയിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ ഒരു സീൻസ് പോലെ നമുക്കൊരു ബോറിങ്ങോ ആ ഒരു രീതിയിലുള്ള ഒന്നും തന്നെ ഉണ്ടാക്കുന്നില്ല. നല്ല രീതിയിൽ നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് നൽകുന്ന, നല്ല രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ എൻജോയ് ചെയ്യിപ്പിക്കുന്ന, നല്ല രീതിയിൽ അത്യാവശ്യം പേടിയൊക്കെ നിറയ്ക്കുന്ന നല്ലൊരു സിനിമ തന്നെയാണ് ഈ ഒരു പൊസിഷൻ എന്ന് പറയുന്ന സിനിമ.
ഈ ഒരു സിനിമയുടെ ലിങ്ക് ഞാൻ എൻ്റെ ടെലഗ്രാമിലാണ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കും. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു സിനിമ കാണാവുന്നതാണ്. ആരും ഈ ഒരു സിനിമ നഷ്ടപ്പെടുത്തി കളയരുത്. നല്ലൊരു ഗംഭീരമായിട്ടുള്ളൊരു സിനിമ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ എക്സ്പെഷ്യലി ഇന്ന് ഈ ഒരു സിനിമ പരിചയപ്പെടുത്തുന്നത്. നാളെ മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വരുന്നവരേക്കും. അണ്ടിൽ ദാൻ ബൈ നസീം സൈനിങ് ഓഫ് യു. ലവ് യു ഓൾ. ടേക്ക് കെയർ. സ്റ്റേ ഹോം. പിന്നെ പറയാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് വ്യത്യസ്തമായിട്ട് ഇതുവരെയും കാണാത്ത രീതിയിലുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ട്രാക്കിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് ഈ ഒരു സിനിമയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു ട്രാക്കിൽ കൂടെ തന്നെയാണ് ഈ ഒരു സിനിമ മൂവ് ചെയ്യുന്നതും. അതിൻ്റെ ആ ഒരു ക്ലൈമാറ്റ് ആണെങ്കിലും അതിൻ്റെ ഒരു വിഷ്വൽ എഫക്ട്സ് ആണെങ്കിലും സീൻസ് തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നതാണെങ്കിലും ആ ഒരു സൗണ്ട് ആണെങ്കിലും എല്ലാം തന്നെ വണ്ടർഫുള്ളായിട്ട് നമുക്കൊരു ഇമ്പാക്റ്റ് നൽകുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല. നല്ല രീതിയിൽ നമുക്ക് ആ ഒരു സിനിമ ക്യാപ്ചർ ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളതിലും ഒരു വണ്ടർഫുള്ളായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തരുന്നു എന്നുള്ളതും ഈ ഒരു സിനിമയുടെ ഒരു പോസിറ്റീവ് വശം തന്നെയാണ്. ഓക്കെ, ലവ് യു ഓൾ. സ്റ്റേ ഹോം. സ്റ്റേ സേഫ്.